ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ പോകുള്ളൂ. കാരണം ഞങ്ങളെ പോലുള്ള ഞങ്ങൾക്ക് സംഭവിക്കാം. ഇന്ന് തല്ലായി നാളെ ഞങ്ങളെ കൊന്നുകളഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കുടുംബം, കുട്ടികളും, അമ്മയും അച്ഛനും എല്ലാവരും ഉള്ളവരാ. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം പട്ടിണി കിടക്കേണ്ടി വന്നാൽ പോലും ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. ഈ തെരുവടികളെ തല്ലുന്ന പോലെ ഈ വഴിയിലിട്ട് തല്ലുക കൊട്ടേഷൻ കൊടുക്കുന്നതിന് തുല്യമായി പോകുന്നില്ലേ? അതിനെ നമ്മൾ തന്നെ ഇതാ വെറുതെ ഇങ്ങനെ നല്ലവരാണോ? നമ്മൾ മനുഷ്യന്മാരെ, നമ്മൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വരുന്നവരല്ലേ? അവരെ പരസ്യമായി ആക്രമിച്ചിട്ട് ഒരു നടപടിയും എടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് സമരം ചെയ്യല്ലാതെ വേറെ മാർഗമില്ല. പാലായിൽ രണ്ടാം ദിവസവും സ്വകാര്യ ബസ് പണിമുടക്ക് തുടരുകയാണ്. ബസ് ജീവനക്കാരെ മർദ്ദിച്ച SFI പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുവരെ ഈ സമരം ഇതേ രീതിയിൽ തന്നെ തുടരും എന്നുള്ളതാണ് ബസ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഈ ബസ് ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ 10 പേർക്കെതിരെ പാലാ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേസെടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല, ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ബസ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് വരെ പണിമുടക്കുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ പോകുള്ളൂ. കാരണം ഞങ്ങളെ പോലുള്ള ഞങ്ങൾക്ക് സംഭവിക്കാം. ഞങ്ങളിത് പ്രതികരിച്ചേ പറ്റും. ഞങ്ങൾ ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇന്ന് തല്ലായി നാളെ ഞങ്ങളെ കൊന്നുകളഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് കുടുംബം, കുട്ടികളും, അമ്മയും അച്ഛനും എല്ലാവരും ഉള്ളവരാ. ഞങ്ങൾ രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ബസ്സിൽ ഞങ്ങൾ രാവിലെ 4 മണിക്ക് എണീറ്റ് വീട്ടിൽ നിന്ന് പോരുന്ന 10, 15, 20 കിലോമീറ്ററുകൾ ബൈക്ക് ഓടിച്ച് 2 വീലർ ഓടിച്ച് വന്ന് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് 9 മണിക്ക് ഡ്യൂട്ടി അവസാനിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലും 11 മണി 12 മണിയാവും. ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയം പോലും കിട്ടുന്നില്ല. ഞങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യാൻ വരുന്നത്. ഇതിന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതോടെ ഞങ്ങൾ സമരം മുന്നോട്ട് പോകും. ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ശരി, ഞങ്ങളുടെ കുടുംബം പട്ടിണി കിടക്കേണ്ടി വന്നാൽ പോലും ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. 750 രൂപയാണ് ഞങ്ങളുടെ ശമ്പളം. ആ ശമ്പളം നമുക്കൊരു 2 ദിവസത്തിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മളിൽ ഒരാളെയാണ് തൊട്ടേക്കുന്നത്. അതിനൊരു തീരുമാനം കണ്ടേ പറ്റത്തുള്ളൂ. കൺസ്ട്രക്ഷൻ കാർഡ് കൈ വെച്ചാൽ പോരാ, അത് നമ്മളെ കാണിക്കണം. നമ്മൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ കണ്ടക്ടറിനെ കാണിക്കണം എന്നൊരു റൂള് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കൺസ്ട്രക്ഷൻ കാർഡ് നമുക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്, ഞങ്ങൾക്കുള്ള അതിന് അവകാശമുണ്ട്. അത് ചോദിച്ചാൽ അത് കാണിച്ചേ പറ്റത്തുള്ളൂ, എന്നാലേ യാത്ര ചെയ്യാൻ നമ്മൾ അനുവദിക്കത്തുള്ളൂ. ഇത് കാർഡില്ല, യൂണിഫോം ഇല്ല, ST വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയിട്ട് വന്നിട്ട് എങ്ങനെ നമ്മൾ തന്നെ മനസ്സിലാക്കണേ? നമുക്കൊരാളുടെ ബാഗ് തുറന്നു നോക്കാൻ പറ്റത്തില്ല. അതിൽ പുസ്തകമാണോ, യൂണിഫോം ഉണ്ടോ, അതിനകത്ത് നമുക്ക് അല്ലാത്ത വസ്ത്രങ്ങളുണ്ടോ എന്നൊന്നും നമുക്ക് പരിശോധിക്കാൻ പറ്റത്തില്ല. അതിനുള്ള അധികാരം നമുക്കില്ല. കൺസ്ട്രക്ഷൻ കാർഡ് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിൽ കാണിക്കണം. യൂണിഫോം ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കൺസ്ട്രക്ഷൻ കാർഡ് ചോദിക്കാറില്ല. യൂണിഫോം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. എല്ലാ ദിവസവും പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇപ്പം ഒരു ദിവസം എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് അറിയാം അവരെന്നെ വണ്ടിയിൽ നമ്മുടെ കൂടെ എല്ലാ ദിവസവും പോരുന്നതാണ്. അവരെ കൺസ്ട്രക്ഷൻ കൊടുത്തേ കൊണ്ടുപോകാറുള്ളൂ. പിന്നെ നമുക്ക് അറിയാത്ത പുതുമുഖങ്ങൾ വരും, അവരോടാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കാർഡ് ചോദിക്കുന്നത്. നമുക്ക് കാണാത്ത ഓരോരോ മുഖങ്ങൾ വരും, അവരോട് നമ്മൾ കൺസ്ട്രക്ഷൻ കാർഡ് ചോദിക്കും. അത് ചോദിച്ചാൽ നമ്മളത് കണ്ട് നമ്മളത് മനസ്സിലാക്കും. അതിൽ എത്ര വർഷത്തേക്കുള്ളതാണെന്ന് എഴുതിയിട്ടുണ്ട്, RTO അനുവദിച്ചിരിക്കുന്ന ദൂരപരിധിയുണ്ട്, അതിൽ റൂട്ടുണ്ട്. ഇതെല്ലാം നോക്കിയാണ് ഒരു കണ്ടക്ടർ ഒരു കൺസ്ട്രക്ഷൻ അനുവദിക്കുന്നത്. ST കൊടുത്തില്ല നേരിട്ടുണ്ടെങ്കിൽ RTOയ്ക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പോലീസ് സ്റ്റേഷൻ കീഴിലാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടേ കൊടുത്ത പരാതി കൊടുത്താൽ മതി. അല്ലാതെ ഈ തെരുവടികളെ തല്ലുന്ന പോലെ ഈ വഴിയിലിട്ട് തല്ലുക കൊട്ടേഷൻ കൊടുക്കുന്നതിന് തുല്യമായി പോകുന്നില്ലേ? അതിനെ നമ്മൾ തന്നെ ഇതാ വെറുതെ ഇങ്ങനെ നല്ലവരാണോ? നമ്മൾ മനുഷ്യന്മാരെ, നമ്മൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വരുന്നവരല്ലേ? നമ്മൾ ഒരു നേരത്തെ അന്നത്തിന് നമുക്ക് നല്ല വീട്ടിലെ അമ്മയും പെങ്ങളും, എൻ്റെ വീട്ടിലുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുണ്ട്, എൻ്റെ പെങ്ങളും ഉണ്ട്, അച്ഛനും ഉണ്ട്. ഞാൻ അവരെ നോക്കാൻ വേണ്ടിയല്ല വരുന്നത്. എനിക്ക് ഇങ്ങനെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ പെങ്ങൾ നാളെ ST കൊടുത്ത് പോകേണ്ടവളാണ്. നമ്മൾ ആ ഒരു മര്യാദ അവരോടും കാണിക്കുന്നുണ്ട്. നമ്മുടെ പെങ്ങളെ പോലെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ST കൊടുത്തിട്ടില്ല, നേരെ RTOയ്ക്കോ അല്ലെങ്കിൽ പാലാ പോലീസ് സ്റ്റേഷനിലോ പരാതി കൊടുത്തു. അതിൻ്റെ അത് പിന്നെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ തെരുവോട്ടികളെ തല്ലുന്ന പോലെ ഈ വഴിയിലൊക്കെ ഇട്ട് തല്ലുവാന്നൊക്കെ പറഞ്ഞാൽ ആ പുള്ളിക്ക് 2 പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവരൊക്കെ അങ്ങനെ ഇട്ട് തല്ലുന്ന പറഞ്ഞാൽ ആ പിള്ളേരൊക്കെ കാണുമ്പോഴത്തേക്ക് എന്നാ പറഞ്ഞു? നാളെ ആ വ്യക്തിയുടെ സ്കൂളിലെ പിള്ളേർ കൂട്ടുകാർ പറയത്തില്ല നിന്റെ അച്ഛനെ ഇന്നപോലെ തല്ലിയതാന്ന് പറയുമ്പോഴത്തേക്ക് ആ പിള്ളേർ അവിടെ വലുതായി പോകുന്നല്ലേ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ കാര്യത്തിൽ പോലീസ് അവരുടെ കൺമുന്നിൽ വെച്ച് നടന്ന ഒരു മർദ്ദനത്തിനെതിരെ ഒരു നടപടി ഇതുവരെ ആർക്കെതിരെയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ നിയമവാഴ്ച തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഭരണകക്ഷിക്ക്, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നും അവരുടെ പോഷക സംഘടനയിൽപ്പെട്ട നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയാണ് ഈ നാട്ടിലുണ്ട്, ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി തന്നെ ഇത് നേരിട്ട് ഇടപെട്ട് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതാണ്. SP-യും കളക്ടറും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടണം. പോലീസ് അധികാരികൾ ഉടൻ തന്നെ തെറ്റ് ചെയ്തവർക്കെതിരെ, അക്രമം കാണിച്ചവർക്കെതിരെ കേസെടുക്കണം. പ്രസക്തമായ വകുപ്പുകളും ഇട്ട് അവർക്കെതിരെ കേസെടുക്കണം. ഇതാണ് ഞങ്ങൾ UDF ആവശ്യം. അവരെ പരസ്യമായി ആക്രമിച്ചിട്ട് ഒരു നടപടിയും എടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് സമരം ചെയ്യല്ലാതെ വേറെ മാർഗമില്ല. എന്ന് വെച്ചാൽ ഈ ജില്ലയാകെ സ്തംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. കായികമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളാണ് ഭരിക്കുന്നത്, ഞങ്ങൾക്കെന്തോ പോലീസ് അധികാരമുണ്ട്, പോലീസ് കാഴ്ചക്കാരായി നിന്നാൽ മതി എന്നുള്ള ഈ സമീപനം ഈ കേരളത്തിൽ, ജനാധിപത്യ കേരളത്തിന് ഭൂഷണമല്ല. ഇത് അവസാനിപ്പിക്കണം. കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. ഐക്യജനാധിപത്യ മുന്നണി എല്ലാ പിന്തുണയും സ്വകാര്യ ബസ് ജീവനക്കാർക്ക് കൊടുക്കുകയാണ്. ഈ സമരത്തിന് ഞങ്ങൾ അനുഭാവം പ്രകടിപ്പിക്കുന്നു. സമരത്തിന് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു. ഈ സമരം നമ്മൾ തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണ്ടകളെ SFI വിദ്യാർത്ഥികളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് കാണുന്നതാണ് നമ്മൾ SFIയുടെ കുട്ടികളല്ല എന്നുള്ളതാണ് നമ്മളറിയാൻ നമുക്ക് പറ്റിയത്. അതുകൊണ്ട് തന്നെ ആ ഗുണ്ടകളെ, DYFIയുടെ ഗുണ്ടകളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ
ഇന്ന് വൈകുന്നേരം ചർച്ചയ്ക്ക് പരിഹാരമായില്ലെങ്കിൽ കോട്ടയം ജില്ല മുഴുവൻ തന്നെ നമ്മൾ ഈ തരത്തിലുള്ള സമരങ്ങളിലേക്ക് നമ്മൾ പണിമുടക്കിലേക്ക് മുമ്പോട്ട് നീങ്ങും. മാത്രമല്ല അതിൽ എവിടെയും തീർന്നില്ലെങ്കിൽ സംസ്ഥാനം ഒട്ടാകെ എന്നുള്ള നിലയ്ക്ക് ഭാരതീയ മസ്ദൂർ സംഘം നടപടികൾ എടുക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിലവിൽ 10 പേർക്കെതിരെ പാലാ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ സംഭവത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം. അവരെ അറസ്റ്റ് ചെയ്യണം. FIR ഇട്ടാൽ പോരാ, അവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ആവശ്യം. ഇന്ന് വൈകിട്ട് RDOയും DYSPയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ എടുക്കുന്ന തീരുമാനം എന്തായാലും അതിനുശേഷം യൂണിയൻ തീരുമാനത്തിൽ അതിൽ സമരപരിപാടികൾ മുന്നോട്ട് പോകും. നേരത്തെ ഉണ്ടായ ഒരു വിഷയം പറഞ്ഞു തീർത്തതിന് ശേഷം ഇവിടെ ഒരു യോഗം നടത്തിക്കൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ അവർ പ്ലാൻ ചെയ്ത് വന്ന് ഈ നല്ല ഇടി കൊടുത്ത് എടുക്കുകയാണ് ചെയ്തത്. അവരെ മർദ്ദിച്ച് അവശരാക്കി. അപ്പം ഇതിനെതിരെ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം എന്താണ് വേണ്ടതെന്ന് യൂണിയൻ തീരുമാനിച്ചതുമായിട്ട് മുന്നോട്ട് പോകും. ബസ് പണിമുടക്ക് 2ാം ദിവസത്തിലേക്ക് കടന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന വലിയൊരു വിഷയമായി തന്നെ പാലായിലെ ബസ് പണിമുടക്ക് മാറിയിരിക്കുകയാണ്. അതേസമയം എന്ത് സംഭവിച്ചാലും തങ്ങളെ മർദ്ദിച്ച ബസ് ജീവനക്കാരെ മർദ്ദിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാതെ ഈ പണിമുടക്ക് അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ബസ് ജീവനക്കാർ ഇപ്പോഴും പറയുന്നത്. പാലായിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.